എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നല്ല വെയിലായിട്ട് അവിടെ നല്ല തണുപ്പും നല്ല വെയിൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സൺഡേ വ്ളോഗ് കേട്ടോ. അപ്പോൾ സൺഡേ ഞാൻ കുറച്ച് ബിസി അല്ലെങ്കിൽ ബിസി ആയിരിക്കും. എന്നാലും സൺഡേ ഇന്ന് കുക്കിങ് നന്നായിട്ട് വിളിച്ചാന്ന് വിളിച്ചു. പിന്നെ ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞു ക്ലീനിങ്ങോടും കുക്കിങ്ങൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചിക്കൻ വറുക്കാണ്. നമ്മുടെ ചിക്കൻ ഞാൻ വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഫുഡ് അവിടെ ആവട്ടെ. അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് ബാക്കി പണികൾ നോക്കാണ്ട് അടിച്ച് വരെ തുടയ്ക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ബാൽക്കണിയിൽ ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. കുറച്ച് നേരം ചെടീനൊക്കെ ഇങ്ങനെ നോക്കിക്കും കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് അങ്ങനെ അതായപ്പോഴേക്കും ചെടിയൊക്കെ അത് നശിച്ചു. കുറച്ച് പേരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്, പൂവൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വെള്ളം ഒഴിക്കും കേട്ടോ എല്ലാ ദിവസവും. ഇനി നമുക്ക് അടിച്ചു വാരി തുടങ്ങാം. സവോള കരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ചെറുതാക്കി പണം കുറച്ച് കരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ വറുത്തെടുത്തിട്ട് നമുക്ക് വേഗം ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാം. അതിൻ്റെ ഇടയിലായിട്ട് അപ്പം ഞാൻ ഇത് കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ വേഗം തുടക്കലൊക്കെ തീർക്കും കേട്ടോ. വേഗം തന്നെ അതും തീർത്ത് കഴിഞ്ഞാൽ 2 മണി വേഗം തീരണം കേട്ടോ. എനിക്കെല്ലാം വൃത്തിയായിട്ട് കിടക്കുകയും വേണം, എന്നാൽ കുക്കിങ് കഴിയും വേണം കേട്ടോ. ഒക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പം പിന്നെ എല്ലാം വേഗം തന്നെ ചെയ്യണം. ഇവിടുത്തെ ഷെഫുള്ളതാണ് കേട്ടോ. കിച്ചണിലൊന്നും ഇങ്ങനെ നോക്കി കാണും, അല്ലെങ്കിൽ അവിടെ കിടന്ന് കേക്ക് അറിയില്ല. ചിക്കൻ വേണോടാ നമുക്ക്? ചിക്കൻ വേണോടാ? നിങ്ങൾ വിചാരിക്കും ഒരാൾ ഇവിടെ ഇല്ല, കാണുന്നില്ലല്ലോ എന്ന്. പക്ഷെ അയാൾ ഇവിടെ ഉണ്ട്. പ്ലീസ് പ്ലീസ് ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ എലിശ്ശേരിക്കുള്ളത് ഞാൻ വറുത്തിടാം കേട്ടോ. അപ്പോൾ സാമ്പാർ എലിശ്ശേരി അങ്ങനെ എല്ലാം സെറ്റായിട്ട് ഊണ് കഴിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ മോളിതാ കണ്ടില്ലേ, ഇത്രയും ചോറൊന്നും കഴിക്കില്ല കേട്ടോ. ബാക്കി എനിക്കുള്ളതാണ്, ഞാൻ കഴിക്കേണ്ടി വരും കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിത്തൈരൊക്കെ ഉണ്ടാക്കി ഞാൻ ഒരു ചെറിയ കുഞ്ഞ് സദ്യയൊക്കെ കേട്ടോ. നോൺ വെജും വെജൊക്കെ ഉള്ളത് കുറേ കാലമായി അങ്ങനെ കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ പിന്നെ കുളിക്കാനൊന്നും നിന്നില്ല കേട്ടോ, വേഗം കഴിച്ചു. ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും നല്ല വിശപ്പ് വന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഫീഡ് ചെയ്യിക്കുന്ന കാരണം കുറച്ച് വിശപ്പ് കൂടുതലാണ് കേട്ടോ. വിശപ്പ് മാത്രമല്ല, കൂടുതലും ദാഹമാണ് കേട്ടോ. ഞാൻ എപ്പോഴും വാട്ടർ ബോട്ടിൽ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നടക്കണം. അപ്പോൾ ചോറും കറിയും എല്ലാം കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ അധ്വാനം കൂടുതലായിരുന്നത് കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ പിന്നെ മോളുടെ കൂടെ കുറച്ച് നേരം കളിച്ചു. ഈ സ്കൂളിൽ നിന്ന് ഓരോ ഗെയിമുകളൊക്കെ പഠിച്ച് വന്നിട്ട് എന്നെക്കൊണ്ടും ഏട്ടനെ കൊണ്ടും ചെയ്യിക്കലാണ് കേട്ടോ പരിപാടി. അപ്പോൾ കൂടെ ഇരുന്നില്ലെങ്കിൽ വിഷമം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൂടെ മാക്സിമം ഇരിക്കാൻ നോക്കും. കൂടുതലും മോളുടെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മോൻ്റെ കാര്യം നോക്കാം എന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കുക. 2 പേരും ഒപ്പം തന്നെ കൊണ്ടുപോകാൻ കുറച്ച് പാടാണ്, എന്നാലും കൊണ്ടുപോകാൻ ശ്രമിക്കും കേട്ടോ. കൂടെ ഇരിക്കാൻ ശ്രമിക്കും. സമയം ചിലപ്പോൾ വളരെ കുറവാകും, പക്ഷെ മക്കളുടെ കൂടെ ഇരിക്കാനുള്ള സമയവും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഞാൻ വേഗം കണ്ടുപിടിക്കും കേട്ടോ. അല്ലെങ്കിൽ അത് അങ്ങോട്ട് ശരിയാവാറില്ല. അപ്പോൾ ഈ ഗെയിം നമ്മൾ പണ്ട് കളിച്ചിരുന്ന സാം ജോലി സപ്പേം ജോലി, അതേപോലെ ഇത് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പാടണു, അതേപോലെ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഗെയിമൊക്കെ കളിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ.